ഡൽഹിയിൽ സമരം ഇത്രയും ദിവസമായിട്ട് സമരങ്ങൾ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള സമരങ്ങൾ ഡൽഹി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കണ്ടത് പ്രധാനമന്ത്രിയുടെ ഭവനത്തിലേക്ക് അതിക്രമിച്ച് കയറി ആക്രമിക്കാൻ നോക്കുന്ന അരാജകത്വമാണ്. കോൺഗ്രസിൻ്റെ തനി അരാജകത്വമാണ് കണ്ടത്. അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. അവർക്ക് അവിടെ വലിയ ഡെമോക്രസിയും വലിയ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പറയും. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു സ്ത്രീയുടെ മുഖത്ത് കർണത്തടിച്ചു, ഒരു വ്യക്തിയുടെ വിരലിന് ഇവിടെ മുറിവേറ്റു. അങ്ങനെ വളരെ ഗുരുതരമായ രീതിയിൽ ഇവിടെ പോലീസ് എന്തിനും ഇവിടുത്തെ നാഷണൽ ക്യാമറകൾ പോലും പോലീസിൻ്റെ ജലവിരി കൊണ്ട് അടിച്ചു തീർത്തു. അപ്പോൾ ആ രീതിയിൽ ഇവിടെ കോൺഗ്രസ് എന്തും കാണിക്കാം. എന്നിട്ട് ഡൽഹി പോയിട്ട് പറയുകയാണ് ഞങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ആക്രമിക്കും. ഇതെന്ത് നിലപാടാണ്? ഈ രാഷ്ട്രത്തിൽ അരാജകത്വം കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഇന്നിപ്പോൾ കമ്മീഷണർ നേരിൽ കണ്ടിട്ട് പരാതി കൊടുക്കാൻ പോവുകയാണ്. ഒപ്പം വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം വീണ്ടും വലിയ രീതിയിൽ ജില്ലാ തലങ്ങളിലും മറ്റു തലത്തിലും ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണ്. അതാ പറഞ്ഞത്, ഇന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്ത് നിർത്തിയിരുന്നത്. ഞങ്ങളുടെ സമചിത്തത കൊണ്ട് മാത്രമാണ് ഇവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാതെ പോയത്. കാരണം അവർ സാധാരണ ജനങ്ങളെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാരെ വിട്ടിട്ട് ഇവിടെ ആക്രമം അയച്ചുവിടാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ മുഴുവൻ കത്തിക്കാനാണ് അവരുടെ പ്ലാൻ. ആ പ്ലാനിൽ BJP വീഴത്തില്ല. ആ പ്ലാൻ BJP സമ്മതിച്ചും കൊടുക്കാൻ പോകുന്നില്ല. മറ്റു രാഷ്ട്രങ്ങളെ പോലെ അല്ല ഭാരതം.